ഈ ഇവന് എന്നെക്കുറിച്ചുള്ള അഭിപ്രായം എന്താ? എന്ത്? അല്ല, നമ്മൾ 2-3 തവണയില് കാണുന്നു. എന്നെക്കുറിച്ച് എന്താ തോന്നണേ? ഒന്നുമില്ല. ഒന്നും തോന്നല്ല. ഈ മനുഷ്യന്മാരുടെ മനസ്സറിയണ എന്തുണ്ടെങ്കിലേ നല്ല സുഖമായിരുന്നല്ലേ? എന്ത് സുഖം? അല്ല, അവര് ചിന്തിക്കണൊക്കെ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. എന്നിട്ട് ഇപ്പം അങ്ങനത്തെ ഒരു എന്തുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ എനിക്കറിയാൻ പറ്റില്ലേ ഇവൻ്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും എല്ലാം. മാര, എൻ്റെ ഇഷ്ടങ്ങളൊക്കെ എൻ്റെ സ്വകാര്യതയാണ്. അത് മാറിനിട്ട് എന്താ? ഞാൻ തൻ്റെ സ്വകാര്യത അന്വേഷിക്കാൻ വരുന്നുണ്ടോ? എനിക്കങ്ങനെ സ്വകാര്യത ഒന്നുമില്ല. ഇവനുണ്ട് സ്വകാര്യത. മാര, ഒരാളുടെ സ്വകാര്യത നശിപ്പിച്ചുകൊണ്ടല്ല അയാളെ സഹായിക്കേണ്ടത്. ചോദിക്കേണ്ടേ നല്ല സഹായം ഞാൻ എന്തെങ്കിലും ചെയ്തുതരാം. ചേട്ടാ, ഒന്നിങ്ങ വന്നേ. സോറി. എന്താണ്? സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്, വാ ഇങ്ങോട്ട്. ജോലേ വന്നില്ലേ? നാളെ രാവിലെ കാണാം. അപ്പൊ ശരി, കാണാം. എന്തേ? ഒന്ന് കഴിക്കാൻ പറ്റും. കുഴപ്പമില്ല കുഴപ്പമില്ല കേട്ടോ. ഇവിടെ വരാറുണ്ടെങ്കിലും എനിക്കറിയില്ലായിരുന്നു ചേട്ടൻ ഇവൻ്റെ ചേട്ടനാണെന്ന്. നിങ്ങൾ തമ്മിൽ ഇത്ര കമ്പനിയാണോ? ഇല്ല, ജസ്റ്റ് ഒരു ഹൈ ബൈ. ഈവ് എൻ്റെ അനിയത്തിയായിട്ട് നല്ല കമ്പനി. ഓ,
ചേട്ടാ ശരിക്കും എന്തായിട്ടാ ഇതിൻ്റെ പ്രശ്നം? എടോ ഞാൻ അറിയാതെ എൻ്റെ അമ്മയുടെ അടുത്ത് സ്നേഹത്തിന്റെ പുറത്ത് പറഞ്ഞു പോയതാ. ചേട്ടാ അവരിതെല്ലാവരും നടന്ന് പറയുന്നത് ഞാൻ അറിഞ്ഞ. ഇതിപ്പോ അവള് അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അമ്മ ആരോടും പറഞ്ഞിട്ടില്ല. പെട്ടെന്ന് കേട്ടപ്പോൾ ഞാൻ ഒന്ന് ചോദിച്ചാ. സോറി. എന്താ ഇവിടെ? പിന്നെ ഹോസ്പിറ്റലിൽ തന്നെ വരുന്നേ. ഈ എന്തെങ്കിലും ടെൻഷനിലാണ്? എന്നെ ഫോളോ ചെയ്യാറുണ്ട്. എന്താ ആണ് പറയുന്നത്. എടോ അയ്യപ്പ സ്വാമിയാണ് സത്യം. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി വന്നു. ഉറപ്പാ? സത്യം. തൻ്റെ ചായ തന്നെ കുടി. പിന്നെ പറ. പറ. ഈ ലിവിങ് ടുഗദറിനെ കുറിച്ച് എന്താ അഭിപ്രായം? എന്നോടാണോ? ആ എടാ തനിക്ക് വേറെ പണിയൊന്നുമില്ലേ? ഇതിനാണ് പറയാന്ന് പറഞ്ഞു. അന്ന് വീട്ടിൽ വെച്ചിട്ടും ഇത് പറയാൻ തന്നെയാണോ വന്നത്? അന്ന് വീട്ടിൽ വെച്ചിട്ടും ഇത് പറയാൻ തന്നെയാണോ വന്നത്? ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഞാനന്ന് പാടിയത് ഞാൻ റെക്കോർഡ് ചെയ്ത് എനിക്ക് ഗ്രൂപ്പിലൊക്കെ ഇട്ടല്ലേ? അതറിഞ്ഞ, പക്ഷെ ഞാൻ പേരൊന്നും പറഞ്ഞില്ല. എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലേ? ഞാൻ പാടിയതയക്കുമ്പം അറ്റ്ലീസ്റ്റ് എന്നോട് ചോദിക്കാനുള്ളൊരു മര്യാദയെങ്കിലും ഇല്ലേ? ഇതൊരു പാട്ടല്ലേ? താൻ തൻ്റെ ചെയറിലോ ഇരുന്നോടാണോ മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് എങ്ങനെ ബാധിക്കുന്നു തീരുമാനിക്കുന്നത്? താനെന്തിനീ ചെറിയ കാര്യത്തിന് ഇത്രയും ഡിസ്റ്റർബ്? എന്താ ഇതിൻ്റെ പ്രശ്നം? അറിഞ്ഞിട്ടെന്താ? ഈ സൊല്യൂഷൻ ഉണ്ടാക്കി തരും. പറ്റും. നിന്നെ കൊണ്ടൊരു പുല്ലും പറ്റും. മാരാ, എനിക്ക് നിന്നോടൊരു സ്നേഹമുണ്ട്. നീ വിചാരിക്കുന്ന പോലെ വേറൊന്നുമല്ല. നിന്നോട് ലസ്റ്റ് തോന്നാനുള്ളൊരു ഇഷ്ടം അല്ലെങ്കിൽ പ്രേമിക്കാനോ അതിന് പറ്റിയ ടൈപ്പൊന്നുമല്ല. എനിക്ക് നിന്നോടത് ഇതുവരെ തോന്നിയിട്ടുമില്ല. പിന്നെ നീ എന്നെ ഒന്ന് തൊട്ടാൽ പോലും എനിക്കൊരു ഫീലും ഉണ്ടാവില്ല. മനസ്സിലായോ? അതുകൊണ്ട് ഈ പരിപാടി നടത്തിക്കും. ശരി എന്നാ, എനിക്കധിക സമയം ഇവിടെ നിർത്താൻ പറ്റില്ല. പിന്നെ ഇനി ഒന്നിനെക്കുറിച്ചും അന്വേഷിക്കാൻ വേണ്ടി അടുത്ത്